ശ്രീമതി ആശാനാഥ്, ശ്രീ എം ആർ ഗോപൻ നേരത്തെ പറഞ്ഞതുമായി ചേർത്തൊരു ചോദ്യമാണ്. അതായത് ഒരു വശത്ത് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി പ്രധാനമന്ത്രി അത് അവതരിപ്പിക്കുന്നു, വികസനമാണ് ഞങ്ങളുടെ സന്ദേശമെന്ന് ആവർത്തിച്ച് BJPക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു. മറുവശത്ത് നഗരസഭാ ഭരണത്തിൽ CPMഉം ഘടകകക്ഷികളും ചേർന്ന് ചെയ്തതെന്ത് എന്ന് ജനത്തെ തെളിവുകൾ സഹിതം കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ രണ്ടും ഒരുമിച്ച് വരുന്ന ഘട്ടത്തിലാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. വലിയ മുന്നേറ്റം അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നറിയാം, പറയൂ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നമ്മളുടെ കയ്യിലേക്ക് വന്നതൊരു സെമി ഫൈനൽ മാത്രമാണ്. നമുക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതാണ് ഫൈനൽ. നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ നമ്മുടെ 4 നിയോജക മണ്ഡലം ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ തന്നെ വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം മുന്നേറ്റമാണ് നമ്മൾ തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതിന് പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ 5 വർഷത്തെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തന്നെയാണ്. കാരണം ഇത്രയും ജനങ്ങളെ മടുപ്പിച്ചൊരു ഭരണം തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞൊരു മേയർ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത, അവരുടെ സാധാരണ ആവശ്യങ്ങൾ പോലും നടത്തിക്കൊടുക്കുവാൻ തയ്യാറാകാത്ത, എന്തിനേറെ പറയുന്നു, നമ്മുടെ കൗൺസിലർമാരായിട്ടുള്ള ഞങ്ങളോട് പോലും പക്ഷാഭേദം കാണിക്കുന്ന ഒരു നഗരസഭയുടെ അധ്യക്ഷയെ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല ആരും. കാരണം നമ്മളൊക്കെ തന്നെ നമ്മുടെ വാർഡിലെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ കാണാൻ ചെല്ലുമ്പോൾ കണ്ട ഭാവം പോലും നടിക്കാറില്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കൗൺസിലർമാരൊക്കെ തന്നെ അവിടെ ചെല്ലുന്നത് നമ്മുടെ വാർഡിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ തെരുവിളക്കുകൾ കത്താത്തതിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചെല്ലുന്നത്, അല്ലെങ്കിൽ റോഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ ഇതൊന്നും നടത്തി തരുവാൻ ഓൺ ഫണ്ടൊക്കെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ ചോദിച്ചാൽ മുഖം തിരിച്ച് നടക്കുന്ന ഒരു മേയറാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇത് ഓരോ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 21 വയസ്സുകാരിയായിട്ടുള്ള ഒരു മേയറെ കെട്ടി ഇറക്കി കൊണ്ടുവന്ന അപ്പോൾ എല്ലാവരും, കാരണം ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം 21 വയസ്സായിട്ടുള്ള ഒരു യുവതിയാണ് വരുന്നത് മേയറായിട്ട്, ഒരു വനിതയാണ് മേയറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജനത ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തന്നെ മങ്ങലേറ്റ് പോകുന്ന കാഴ്ചയാണ് ഭരണത്തിലേറി 6 മാസം തൊട്ട് തുടങ്ങിയ അഴിമതി കഥകൾ. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മീഡിയക്കാർക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം, ഇത്രയും ധിക്കാരം നിറഞ്ഞൊരു പെരുമാറ്റം, അല്ലെങ്കിൽ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞൊരു പെരുമാറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ചെന്നാൽ അവരോട് പോലും ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങളും മാറ്റം ആഗ്രഹിച്ചു. അതിൻ്റെ ഫലം തന്നെയാണ് ഇത്രയും ഒരു 50 ജനപ്രതിനിധികൾ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത്. കാരണം അവർക്ക് വിശ്വാസമുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഓരോ ജനപ്രതിനിധികളും. കാരണം അവർക്കറിയാം 35 ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രതിപക്ഷം തിരുവനന്തപുരം നഗരസഭയിലെ നമ്മൾ ഇത്രയും ശക്തമായിട്ടുള്ള സമരങ്ങൾ, ഓരോ അഴിമതികളും പുറത്തു വരുമ്പോൾ ഇത്രയും ശക്തമായിട്ടൊരു പ്രതിഷേധം നടന്നിട്ടുള്ളൊരു നഗരസഭ തിരുവനന്തപുരം നഗരസഭ തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം കേരളം എല്ലാവരും നോക്കിക്കണ്ടൊരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. കാരണം 21 വയസ്സുകാരിയായിട്ടുള്ള മേയർ ആയതുകൊണ്ട് തന്നെ ഇത്രയും അഴിമതി കഥകൾ പുറത്തു വന്നത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള സമരം അഴിമതികൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പോലും തൊട്ടടുത്തിരുത്താതെ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറിക്ക് അത് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ശരി.